അധ്യായം 76 സൂറത്തുൽ ഇൻസാൻ. ഈ അധ്യായത്തിന് സൂറത്തു ദഹർ എന്നും പേരുണ്ട്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 31. വെള്ളിയാഴ്ച സുബഹ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് സജദയും ഈ സൂറത്തും ഓതിയിരുന്നതായി ഹദീസിൽ വന്നിരിക്കുന്നു. ഹദീസ് നാം സൂറത്തു സജദയുടെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. വാക്കർത്ഥം. ഹൽ അഥാ, വന്നിരിക്കുന്നുവോ അഥവാ കഴിഞ്ഞുപോയോ, അലൽ ഇൻസാനി, മനുഷ്യൻ്റെ മേൽ, ഹീനുൻ, ഒരു അവസരം, ഘട്ടം, സമയം, മിനദ്ദഹരി, കാലത്തിൽ നിന്നുള്ള, ലം യകുൻ, അവൻ ആയിരുന്നില്ലാത്ത, ഷൈഅൻ, ഒരു വസ്തു, മദ്കൂറൻ, പറയത്തക്ക, പ്രസ്താവിക്കപ്പെടുന്ന. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറാ. മനുഷ്യൻ പറയത്തക്ക ഒരു വസ്തുവും ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവൻ്റെ മേൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ? വചനം 1 വിശദീകരണം. ഉണ്ട്, നിശ്ചയമായും കഴിഞ്ഞുപോയിട്ടുണ്ട് എന്നല്ലാതെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാനില്ല. മനുഷ്യൻ എന്ന അവസ്ഥ പോയിട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വസ്തു എന്നുപോലും പറയപ്പെടാനില്ലാത്ത ഒരു കാലം എന്നുവെച്ചാൽ ശുദ്ധശൂന്യമായിരുന്ന എത്രയോ നീണ്ട ഒരു കാലഘട്ടം അവന് മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. ആകാശഭൂമികൾക്ക് മുമ്പ്, അവയുടെ സൃഷ്ടിക്ക് ശേഷം ഈ ഭൂമിയിൽ ജീവികൾ നിലവിൽ വരുന്നതിന് മുമ്പ്, അതിനുശേഷം മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, പിന്നീട് ഓരോരുവനും മനുഷ്യ സൃഷ്ടിയായി വെളിക്ക് വരുന്നതിന് മുമ്പ് എന്നിങ്ങനെയുള്ള ഓരോ ഘട്ടത്തെക്കുറിച്ചും ഒന്ന് ആലോചിച്ചു നോക്കുക. ലോകത്ത് മനുഷ്യവർഗം ജന്മം കൊള്ളുന്നതിന് മുമ്പ് അവനിൽ കഴിഞ്ഞുപോയ ഈ അതിദീർഘകാലത്തെ ശൂന്യാവസ്ഥക്ക് വിരാമമിട്ടുകൊണ്ട് അവന് അസ്തിത്വം നൽകിയ ഒരു സൃഷ്ടികർത്താവില്ലാതെ ഏതെങ്കിലും ഒരു ശുഭമുഹൂർത്തത്തിൽ പെട്ടെന്നങ്ങ് സ്വയം അസ്തിത്വം പൂണ്ടവനാണ് മനുഷ്യൻ എന്ന് പറയുവാൻ ഒരു നിഷ്പക്ഷ ബുദ്ധിക്ക് കഴിയുമോ? ഇല്ല. ഭൗതിക ലഹരിയിൽ മയങ്ങിയതോ കല്ലുപോലെ മരവിച്ചതോ അല്ലാത്ത ഒരു ബുദ്ധിക്കും കഴിയുകയില്ല തന്നെ.